ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യ അതിവേഗം വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാർക്ക് എത്രയും വേഗം നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഗോള നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികളുടെ തുടർ നടപടികൾക്കായി പ്രത്യേക സംഘത്തെ സജ്ജമാക്കുമെന്ന് മന്ത്രി പി രാജീവ്. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തുടക്കം. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 242 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയിൽ രാജ്യം അതിവേഗം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തിടെ പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ ഈ മേഖലയിൽ ഇന്ത്യ നേടിയ പുരോഗതിയെ ലോകം പ്രശംസിച്ചതായും അദ്ദേഹം മൻ കി ബാത്തിന്റെ 119ാം പതിപ്പിൽ പറഞ്ഞു. AI മേഖലയിൽ യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിലൂടെ ഒരു പുതിയ വിപ്ലവം ജനിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. स्पेस और साइंस की तरह एक और क्षेत्र है जिसमें भारत तेजी से अपनी मजबूत पहचान बना रहा है. ये क्षेत्र है AI यानी आर्टिफिशियल इंटेलिजेंस. हमारे देश के लोग आज AI का उपयोग किस किस तरह से कर रहे हैं, इसके उदाहरण भी हमें देखने को मिल रहे हैं. അന്താരാഷ്ട്ര വനിതാ ദിനം, ദേശീയ ഗെയിംസിൽ കായിക താരങ്ങളുടെ പ്രകടനം, അമിതവണ്ണം, ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ രാജ്യത്തെ പ്രചോദനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് കൈമാറുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഭക്ഷണശീലങ്ങളിലെ മാറ്റങ്ങൾ നമ്മുടെ ഭാവി കൂടുതൽ രോഗരഹിതമാക്കുന്നതിന് സഹായകമാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകളും നേർന്നു. ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയുടെ വിജയങ്ങളുടെ വ്യാപ്തി ഏറെ വലുതാണ്. സമീപകാലത്ത് ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ സ്ത്രീശക്തിയുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിക്കുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. സംസ്ഥാനത്തെ കോടതികളിൽ കേസുകൾ അനന്തമായി നീളുന്നത് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് എത്രയും വേഗം നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഡിലേഡ് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാണ്. അതുണ്ടാകാതിരിക്കാൻ എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നത് സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറുന്നു. വയനാട് ചൂരൽമല ദുരന്ത ബാധിതർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും ലഭ്യമായ എല്ലാ സഹായവും നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കെ രാജൻ. ഏറ്റവും സുതാര്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി വിധവ പെൻഷൻ വിതരണത്തിന് 6.93 കോടി രൂപയുടെ അധിക തുക അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ. 5 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് തുക. 8765 ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം വൻ വിജയമാണെന്ന് മന്ത്രി പി രാജീവ്. 50 കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പദ്ധതികളുടെ തുടർ നടപടികളുടെ ചുമതല KSIDCയ്ക്കായിരിക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 50 കോടിക്ക് താഴെയുള്ള സംരംഭങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽ അത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ശ്രീ മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അവർ പ്രത്യേക ടീമിനോട് രൂപീകരിക്കും. 50 കോടിക്ക് മുകളിൽ വരുന്നത് നേരിട്ട് KSIDC നേരത്തെ പറഞ്ഞ 7 സെക്ടറായിട്ട് തിരിക്കും. അതിന്റെ നിർവഹണത്തിന്റെ നോഡൽ ഓഫീസറായിട്ട് KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രവർത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ് ഫോക്ക് 2025 തൃശൂരിൽ ഇന്ന് തുടക്കം. മന്ത്രി സജി ചെറിയാൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. 15 നാടകങ്ങൾ 8 ദിവസങ്ങളിലായി ഇത്തവണ അരങ്ങിലെത്തും. 3 വേദികളിലായി 34 പ്രദർശനങ്ങൾ നടക്കും.
ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന വിത്ത് ഉത്സവം ശ്രദ്ധേയമാകുന്നു. പരമ്പരാഗത കാർഷിക വിത്തുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആദ്യമായാണ് കൃഷിവകുപ്പ് ഇത്തരമൊരു വിത്തുത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം വരുന്ന പരമ്പരാഗത വിത്തുകളാണ് പ്രദർശനത്തിനായി എത്തിയിട്ടുള്ളത്. നെൽവിത്തുകളുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും അപൂർവ ശേഖരം ഇവിടെയുണ്ട്. ചെറുവയൽ രാമൻ മുതൽ കഞ്ഞിക്കുഴിയിലെ ശുഭകേശൻ വരെയുള്ള വിത്ത് സംരക്ഷകർ വിത്ത് അറിവുകൾ പകർന്നു നൽകുന്നു. 65ഓളം വരുന്ന സ്റ്റാളുകളിൽ കർഷകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിത്തുത്സവം നാളെ സമാപിക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 242 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ 2 പന്ത് ബാക്കി നിൽക്കെ 241 റൺസിന് പുറത്തായി. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ സർവകലാശാലയിൽ 2 ദിവസത്തെ ഇന്നവേഷൻ കോൺക്ലേവ് നാളെ ആരംഭിക്കും. താവക്കര ക്യാമ്പസിൽ വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ ഫൌണ്ടേഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവ ചേർന്ന് നടത്തുന്ന കോൺക്ലേവിൽ സാമ്പത്തിക സംരംഭകത്വത്തിലൂടെയുള്ള സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥി സംരംഭകത്വം, ഗവേഷണ മേഖലയെ വ്യാവസായിക മേഖലയുമായി ബന്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ചകളും സാമ്പത്തികം, വിവരസാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ ക്ലാസുകളും ഉണ്ടാവും. ഹാക്കത്തോൺ, സ്റ്റാർട്ടപ്പ് എക്സ്പോ, ഫുഡ് എക്സ്പോ, ആർട്ട് എക്സ്പോ എന്നിവയും 2 ദിവസത്തെ കോൺക്ലേവിൽ ഒരുക്കുന്നുണ്ട്. ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നവകേരള സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ നാടിന്റെയും പ്രത്യേകതകൾ അനുസരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ നടപ്പിലാക്കിയപ്പോഴാണ് ജനകീയാസൂത്രണം കേരളത്തിൽ അർത്ഥവത്തായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടൽ മണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് കൊല്ലത്ത് സംഘടിപ്പിച്ച രാപ്പകൽ സമരം അവസാനിച്ചു. കൊല്ലം DCCയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും സംയുക്തമായാണ് സമരം സംഘടിപ്പിച്ചത്. കടൽ മണൽ ഖനനത്തിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അർബുദത്തിന് ചികിത്സയിലായിരിക്കെ വെള്ളിയാഴ്ച ചെന്നൈയിലായിരുന്നു അന്ത്യം. കൊല്ലത്ത് ട്രെയിൻ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വച്ച സംഭവത്തിൽ അറസ്റ്റിലായ 2 പ്രതികളെ 14 ദിവസത്തേക്ക് കൊല്ലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഭാരതീയ നിയമസംഹിത, റെയിൽവേ ആക്ട് എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ചടങ്ങിൽ റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. കേരളത്തിലെ റവന്യൂ ഭരണത്തിന്റെ അടിസ്ഥാന രേഖയായി കരുതുന്ന തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 24 റവന്യൂ ദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നാളെ നിർവഹിക്കും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ പുനഃചംക്രമണമാണ് യൂണിറ്റിൽ നടക്കുക. സുരക്ഷിതമായ ഭക്ഷണശീലത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് കൊല്ലം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈറ്റ് റൈറ്റ് മേള സംഘടിപ്പിക്കുന്നു. C. കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് നാളെ ഉദ്ഘാടനം നിർവഹിക്കും. ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് മേള. 2022 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമം ജനറൽ റിപ്പോർട്ടിംഗിൽ മലയാളം മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് CK ശിവാനന്ദനാണ് അവാർഡ്. ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ ദേശാഭിമാനിയുടെ ജയകൃഷ്ണൻ ഓമല്ലൂരും മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ മനോജ് ചേമഞ്ചേരിയും അവാർഡിന് അർഹരായി. കാർട്ടൂൺ വിഭാഗത്തിൽ മലയാള മനോരമ ചീഫ് കാർട്ടൂണിസ്റ്റ് ബൈജു പൌലോസും കേരള കൌമുദി കാർട്ടൂണിസ്റ്റ് TK സുജിത്തും പുരസ്കാരം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യ അതിവേഗം വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാർക്ക് എത്രയും വേഗം നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഗോള നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികളുടെ തുടർ നടപടികൾക്കായി പ്രത്യേക സംഘത്തെ സജ്ജമാക്കുമെന്ന് മന്ത്രി P. രാജീവ്. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തുടക്കം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 242 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.